നമസ്കാരം. IQ മാസ്റ്ററിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇവിടെയുള്ള മത്സരാർത്ഥികൾക്കും ഹാർദമായ സ്വാഗതം. സോ എന്താണ് ആൻസർ? 4032. നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലേ? എനിക്ക് താങ്കൾക്ക് എപ്പോഴാണ് സന്തോഷമുണ്ടായത്, താങ്കൾ ജനിച്ച വർഷം ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ആൻഡ് മൈ പ്രഡിക്ഷൻ പ്ലീസ്, ദാറ്റ് ഈസ് കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ടീം എഫ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ ബോഡി മൂവ്മെൻ്റ് അനുസരിച്ച്, ചലനങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നത്, അതാണ് നോക്കുന്നത്. ഉത്തരം അറിഞ്ഞാൽ മാത്രം പോരാ. MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയം, കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. എല്ലാത്തിനും ഒരേ ആക്ഷൻ. മറ്റൊരാൾ ബസർ പ്രസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ആരും പ്രസ് ചെയ്തില്ല എന്നറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ പ്രസ് ചെയ്യുന്നത്. എന്താണ് അങ്ങനെ? പഴശ്ശിരാജ മരിച്ചത് 1805 ഓക്കെ. അപ്പോൾ ഓപ്ഷൻ എയും സിയും വരത്തില്ല. ഓക്കെ. പിന്നെ 1797 ഒരു റൗണ്ട് ഫിഗർ അല്ല. സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. ഇത്രയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളത് കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്, വെരി നൈസ്. പകുതിയോടെടുക്കുകയാണ്. 8ാമത്തെ ചോദ്യത്തേക്കാണ് കിടക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമായിരിക്കാം. ഇതാണ് ചോദ്യം. ദി ഇയർ ഓഫ് മഹാസമാധി ഓഫ് ശ്രീനാരായണ ഗുരു. ചോദ്യം 15ാമത്തെ ചോദ്യം. ഇനി 2 ചോദ്യങ്ങൾ മാത്രം, രണ്ടേ ചോദ്യങ്ങൾ മാത്രം. 15ാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം: ദി ഇയർ ഇൻ വിച്ച് 9/11 attack happened in America, which led the war on terror. 2005, 2001, 2011, 2014. ചോദ്യം ആവർത്തിക്കുന്നു. ഏത് വർഷമാണ് 9/11 തീവ്രവാദി ആക്രമണം അമേരിക്കയിൽ നടന്നത്? 2005, 2001, 2011, 2014. ബസർ പ്ലീസ്. ഓപ്ഷൻ ബി 2001. 2001. ഓപ്ഷൻ ബി 2001. കൺഫ്യൂഷൻ ആവുന്നില്ല. നമുക്ക് നോക്കാം, സ്ക്രീനിലേക്ക് പോകാം. എനിവേ, നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 16ാമത്തെ ചോദ്യം. 16ാമത്തെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് കേട്ടോ. ദി ഇയർ ഇൻ വിച്ച് ടൈറ്റാനിക് സാങ്ക്. 1900, 1912, 1913, 1939. വീണ്ടും ചോദിക്കുന്നു, ടൈറ്റാനിക് ദുരന്തം വന്ന വർഷം ഏതാണ്? 1900, 1912, 1930, 1939. ഇതിലേത് വർഷമാണ്? എൻ്റെ കൈ ഫ്രീ ആണ്. ഏത് വർഷമാണ് ടൈറ്റാനിക് ദുരന്തം നടന്നത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. യാ, എല്ലാവരും റെഡിയായി വെക്കണം. എല്ലാവർക്കും ആൻസർ അറിയാൻ പോകുന്നുണ്ടല്ലേ? യെസ്, ബസർ പ്ലീസ്. ഓപ്ഷൻ ബി 1912. ടൈറ്റാനിക് എന്താണ്? ലണ്ടനിലെ എവിടെയാണ് സ്ഥലം? സൗത്താംപ്ടൺ അല്ലേ? സൗത്താംപ്ടൺ. ഞങ്ങളിപ്പോൾ ഈയിടെ കഴിഞ്ഞ മാസം പ്രോഗ്രാമിന് പോയി. അവിടെ സൗത്താംപ്ടണിൽ പ്രോഗ്രാമിന് പോയി. ഈ ടൈറ്റാനിക് പുറപ്പെട്ട സ്ഥലം നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ടൈറ്റാനിക് റിപ്പയർ ചെയ്യുന്ന സ്ഥലമുണ്ട്, ബെൽഫാസ്റ്റ്. അറിയാമോ ബെൽഫാസ്റ്റ്? കേട്ടിട്ടില്ലേ? അയർലൻഡിലാണെങ്കിൽ പോലും ഇംഗ്ലണ്ടിലാണ്. അതായത് അയർലൻഡിൻ്റെ എന്താ പറയുക, നമ്മൾ ഡബ്ലിനിൽ നിന്ന് 2.5 മണിക്കൂർ യാത്ര ചെയ്ത് ബെൽഫാസ്റ്റിലെത്തണം. ബെൽഫാസ്റ്റിലാണ് ടൈറ്റാനിക് റിപ്പയർ ചെയ്ത്. ഞങ്ങൾ അവിടെയൊക്കെ പോയിരുന്നു. അതുപോലെ തന്നെ ടൈറ്റാനിക് പുറപ്പെട്ട സ്ഥലം കണ്ടിരുന്നു. പക്ഷേ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1912 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ടൈറ്റാനിക് എന്ന് പറയുന്നത് ഒരു ടെൻഷനും ഇല്ല. കാരണം സി എല്ലാം മറന്നേക്കും.
നിങ്ങൾ ചോദ്യങ്ങളും മത്സരബുദ്ധിയും എല്ലാം മറന്നേക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യത്തിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട കാര്യം ഈ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾ പങ്കെടുത്തു എന്നുള്ളതാണ് അല്ലേ. സ്വയം മനസ്സിൽ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം, ലക്ഷക്കണക്കിന് കുട്ടികൾ, നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനൊരു വേദിയിൽ വരാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് അവർക്കൊന്നും സാധ്യത കൊടുക്കാതെ 16 കുട്ടികൾ ഇതിനകത്ത് പങ്കെടുത്തു എന്ന് പറയുന്നതാണ് ആദ്യത്തെ, ഞാൻ എപ്പോഴും പറയുന്ന ഫസ്റ്റ് വിക്ടറി എന്ന് പറയുന്ന അവിടെയാണ്. അഭിമാനത്തോടു കൂടി നിങ്ങൾ ഇതിനകത്ത് പങ്കെടുത്തു എന്നുള്ളത്, അതുപോലെ തന്നെ യാതൊരു ടെൻഷനും ഇല്ലാതെ യാതൊരു പ്രഷറും ഇല്ലാതെ ഉത്തരങ്ങൾ പറഞ്ഞു എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ ചില സമയത്ത് കേൾക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും, ക്വൈറ്റ് നാച്ചുറൽ, അതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല. ഇനി നമ്മളെല്ലാവരും വിജയിച്ചു എന്നുള്ളത് മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ, അത് മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് കയ്യടി അടിക്കാം. നമ്മൾ ഒരു കുഞ്ഞു മാജിക് പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. ഇനി നമുക്കൊരു ചെറിയ മാജിക് ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തന്നു കഴിഞ്ഞതിന് ശേഷം ആ മാജിക്കിൻ്റെ രഹസ്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ചെറിയ മാജിക്. എൻ്റെ കയ്യിലൊരു ബോർഡുണ്ട് അല്ലേ. ഈ ബോർഡിനകത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 കോളങ്ങളുണ്ട് അല്ലേ. ഞാൻ ചെയ്യുന്ന മാജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ മാജിക്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ അതിനകത്ത് ചെറിയൊരു മാജിക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മാജിക് സ്ക്വയർ എന്ന് പറയില്ലേ, അതേ മാജിക് സ്ക്വയറാണ്. ആൻഡ് യു ക്യാൻ സേ വൺ നമ്പർ, 10 താഴെ ഒരു നമ്പർ പറയാം. 9. ഓക്കെ, you selected 9. Okay, and you can select one number, 7. So the number is 97. Am I right? ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന നമ്പർ, 97 എന്നുള്ള നമ്പറാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടല്ല, നിങ്ങൾ സ്വയം സെലക്ട് ചെയ്ത ഒരു നമ്പറാണ്. ആണല്ലോ അല്ലേ, ഞാൻ ഇടപെട്ടിട്ടേ ഇല്ല. ഇനി ഞാൻ ചെയ്യുന്നത്, ഞാൻ ചില നമ്പറുകൾ ഇതിനകത്ത് എഴുതാൻ പോവുകയാണ്. വെറുതെ ചില നമ്പറുകൾ എഴുതുന്നു. ആൻഡ് ഐ എം റൈറ്റിംഗ് ഹിയർ ദിസ് ഈസ് 67 ഒരു നമ്പർ എഴുതി. ആൻഡ് ഹിയർ ഈസ് 5, ആൻഡ് ഹിയർ ഈസ് 11, ആൻഡ് ഹിയർ ഈസ് 68 ഒരു നമ്പർ എഴുതുന്നു. ഇവിടെ ഞാൻ എഴുതുന്ന നമ്പർ 10, ഇവിടെ എഴുതുന്ന നമ്പർ 4, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 7. വേറൊരു നമ്പർ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് 69 എന്നുള്ള നമ്പർ ഞാൻ ഇവിടെ എഴുതുന്നു. ആൻഡ് ഹിയർ ഈസ് 12, ആൻഡ് ഹിയർ ഈസ് 70 എന്നുള്ള നമ്പർ ഇവിടെ എഴുതുന്നു. ആൻഡ് ഹിയർ ഈസ് 14, ആൻഡ് ഹിയർ ഈസ് 9, ആൻഡ് ഹിയർ ഈസ് 13, ആൻഡ് ഹിയർ ഈസ് 8, ആൻഡ് ഹിയർ ഈസ് 6, ആൻഡ് ഹിയർ ഈസ് 15. ഇത്രയും നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. വെറുതെ ചില നമ്പറുകൾ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി സംഭവിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ദിസ് ഈസ് മാജിക്. ഇതാണ് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കേണ്ടത്. യു ആഡ് ദിസ്. 5 + 11 + 12 + 69 എത്രയാണ്? 97. 14 + 67 + 7 + 9, 97. 70 + 13 + 10 + 4, 97. 8 + 6 + 68 + 15, 97. And here 5 + 14 + 70 + 8, 97. 11, 61, 67, 13, 6, 97. 12, 7, 10, 68, 97. 69, 9, 4, 15, 97. അവിടെ തീരുന്നില്ല. ഇനി നടക്കാൻ പോകുന്നത് 5 + 11 + 14 + 67, 97. 12 + 69 + 7 + 9, 97. 10 + 4 + 68 + 15, 97. 70 + 13 + 8 + 6, 97. തീരുന്നില്ല. 5 + 67 + 10 + 15, 97. 69 + 7 + 13 + 8, 97. അവിടെയും തീരുന്നില്ല. 5 + 69 + 15 + 8, 97. എങ്ങനെ കൂട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ പറഞ്ഞ നമ്പറിലേക്കാണ് വരുന്നത്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് സ്വയം കണ്ടെത്തി പഠിക്കുക. ഓക്കെ ഓക്കെ, അത് നിങ്ങൾക്ക് വിടുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ അവസാന നിമിഷത്തിലേക്ക് കിടക്കുന്നു. ഏറ്റവും നിർണായകമായ നിമിഷം, സമ്മാനം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം. ആ നിമിഷത്തിലേക്ക് നമ്മൾ കൂടുതൽ ഊർജ്ജത്തോടു കൂടി, കൂടുതൽ സന്തോഷത്തോടു കൂടി കടന്നു പോകുന്നു. എല്ലാവർക്കും നമസ്കാരം. കൗമുദി ടിവിയും ICL ഫിൻകോർപ്പും ചേർന്ന് +2 വരെയുള്ള സ്കൂൾ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ നടത്തിയൊരു ക്വിസ് കോമ്പറ്റീഷനായിരുന്നു IQ മാസ്റ്റർ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിസ്മയിച്ചു പോകുന്ന പ്രകടനമാണ് ഇവരെല്ലാവരും തന്നെ കാഴ്ചവെച്ചത്. വളരെ ടഫായിട്ടുള്ളതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള പല റൗണ്ട്സും നമ്മൾ കൊടുത്തായിരുന്നു. പക്ഷേ എങ്കിലും നല്ല രീതിയിലുള്ളൊരു പ്രകടനം കാഴ്ചവെച്ച്
1, 2, 3 സ്ഥാനത്തെത്തിയ കുട്ടികൾ അവർക്കുള്ള ക്യാഷ് പ്രൈസ് വിതരണം, അതോടൊപ്പം തന്നെ അവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ലക്ഷ്യം. നമുക്ക് ഈ ചടങ്ങിലേക്ക് കടക്കാം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ട് കൊച്ചി യൂണിറ്റ് ചീഫ് ശ്രീ രാജീവൻ KP അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. കൊച്ചിയുടെ യൂത്ത് ഐക്കൺ MLA ശ്രീ ഹൈബി ഈഡൻ അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഒരു റോൾ മോഡലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരാളാണ്. കാരണം ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം MLA എന്നുള്ള നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എത്രത്തോളം പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ലഭിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിനെ വളരെ സ്നേഹപൂർവ്വം കൗമുദി TVയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ MS സജീവൻ നമ്മുടെ കൗമുദിയുടെ ബ്യൂറോ ചീഫ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും സ്വാഗതമായി. കൗമുദി TVയുടെ സീനിയർ പ്രൊഡ്യൂസർ റാംജി, അതുപോലെ മാർക്കറ്റിംഗ് സെൻട്രൽ സോൺ ഹെഡ് ശ്രീ കുര്യൻ തോമസ് രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മാന അർഹരായ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ ഹൈബി ഈഡൻ MLA അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ശ്രീ രാജീവ്, ശ്രീ MS സജീവൻ, ശ്രീ മഹേഷ്, ഈ IQ മാസ്റ്റർ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ പാർട്ടിസിപ്പൻസായി വിജയികളായി എത്തിയിട്ടുള്ള പ്രിയങ്കരായ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ICLൻ്റെ ബഹുമാന്യരെ, രക്ഷകർത്താക്കളെ, സ്നേഹിതരെ, ക്യൂസ് കോമ്പറ്റീഷൻസ് നമ്മൾക്കാർക്കും പുതുമയുള്ള ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ജീവിതക്രമത്തിലും എൻ്റർടൈൻമെൻറ്റ് വാല്യൂസിലും എല്ലാം ഉണ്ടായ മാറ്റങ്ങൾ ടെലിവിഷൻ ഇൻഡസ്ട്രിയെ തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൗമുദി പോലുള്ള ഒരു ചാനൽ വളരെ സാഹസികമായ ഒരു ചുവടുവെപ്പാണ് നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ നിശ്ചയിക്കുന്നത് ഒരുപാട് പുതിയ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിലാണ്, അല്ലെങ്കിൽ ഒരുപാട് റിയാലിറ്റി ഷോകളുടെ ഒരു സമയവും കൂടിയാണിപ്പോൾ. നമ്മളൊരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്ന ക്യൂസ് കോമ്പറ്റീഷൻസ് അത് മാധ്യമങ്ങളിലൂടെ നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ആ സമയത്ത് പോലും ഏറ്റവും കൂടുതൽ വാല്യുബിളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികളുടെ ഈ റിയാലിറ്റി ഷോയിൽ വരുന്ന കുട്ടികളും ഈ ക്യൂസ് കോമ്പറ്റീഷൻസിൽ വരുന്ന കുട്ടികളുടെയും ഒരു IQ നോക്കിയാൽ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് IQ മാസ്റ്റർ എന്ന് തന്നെ ശ്രീ ഗോപിനാഥ് മുതുകാട് കൂടി നേതൃത്വം കൊടുക്കുന്ന ഈ ഷോന് പേര് നൽകിയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ഈ കോമ്പറ്റീഷൻസ് കാണുമ്പോൾ ഈ ബസർ റൗണ്ടിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളെ ആൻസർ ചെയ്യുന്ന ഒരു സ്പീഡും കേപ്പബിലിറ്റിയും കാണുമ്പോൾ നമ്മൾ അതിശയം തോന്നാറുണ്ട്. പല വളരെ എളുപ്പമായ ഉത്തരങ്ങൾ പോലും നമ്മൾക്ക് ചിലപ്പോൾ ആ നേരത്ത് നമുക്ക് ചിലപ്പോൾ ഓർത്തെടുക്കാൻ സാധിക്കില്ല. നമ്മുടെ നാവിൻ്റെ തുമ്പത്തുള്ള ഒരു ഉത്തരമാണെങ്കിൽ പോലും അത് എക്സ്പ്രസ് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കാറില്ല. അപ്പോൾ ഒരുപാട് ഇൻ്റലിജൻസ് ഉള്ള, ഒരുപാട് IQ ഉള്ള, ഒരുപാട് ട്രെയിനിങ് കൂടി വേണ്ടുന്ന വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഒരു ക്വിസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ വിജയിയാകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു കോൺഫിഡൻസ് വേണ്ട, കറേജ് വേണ്ട ഒരു പ്രോസസ്സാണ്. അതിൽ നിങ്ങളെല്ലാവരും ഭാഗവാക്കായി, അതിൽ പാർട്ടിസിപ്പൻസ് ആയി എന്നുള്ളതിൽ ആദ്യമേ നിങ്ങൾ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് ഓർഗനൈസ് ചെയ്ത ICLനെയും കേരള കൗമുദിയെയും പ്രത്യേകിച്ച് ശ്രീ ഗോപിനാഥ് മുതുകാടിനെയും കൂടി ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഹ്രസ്വമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ ചടങ്ങിൽ ക്യാഷ് പ്രൈസ് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് ശ്രീ KG അനിൽകുമാർ. അദ്ദേഹം ICL ഫിൻകോർപ്പിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ്. 2 വാക്ക് സംസാരിക്കും. കുട്ടികളെ അവരുടെ അറിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അത് കൗമുദി ചാനലായാലും ശരി, അതുപോലെയുള്ള ആരൊക്കെ തന്നെ ആയാലും ശരി,
അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ കൂടുതൽ അറിവുകൾ നേടുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടം പുതിയ പുതിയ മേഖലകളിലും പുതിയ പുതിയ ബുക്കുകളിലും ഒക്കെ നിങ്ങൾ എത്തിച്ചേരും. അത് നിങ്ങളുടെ ഭാവി വളരെ സുന്ദരമാക്കി തീർക്കും. നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു വാചകം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമാണ്. ഒരിക്കലും നിങ്ങൾക്കിത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ കാലഘട്ടം ലഭിക്കുന്നതല്ല. അത് ഓർക്കുക, ഗോളടിക്കുക, വിജയിക്കുക. ഓൾ ദ ബെസ്റ്റ്.